ചോദ്യോത്തര പരിപാടിയിൽ നമുക്ക് ഉത്തരങ്ങൾ നൽകുവാൻ, നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനായി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് ഡോക്ടർ ഗോപികൃഷ്ണൻ സാറാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറായി ജോലി നോക്കി റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഇതിനകം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ ചോദ്യോത്തരവേള ആരംഭിക്കുന്നതിന് മുമ്പായി നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഡോക്ടർ ഗോപികൃഷ്ണൻ സാറിനെ ഞാൻ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യും. സാറിന് എന്തെങ്കിലും ആമുഖമായി സംസാരിക്കാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചോദ്യോത്തര പരിപാടി തുടങ്ങാം. അതുപോലെ തന്നെ എല്ലാ ഡോക്ടേഴ്സും സജീവമായി ബാഷ് ഫ്ലവർ റെമഡിയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കേസുകളോ ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാൻ എല്ലാവരും റെഡിയായിരിക്കുക. ക്ലാസ് തുടങ്ങാം സാർ. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ശരിയായോ? ശരിയായി. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, എൻ്റെ വന്ധ്യപിതാവ് അപ്പുകുട്ടമ്മനെ എൻ്റെ ഈ ജന്മത്തിലെ ഗുരുനാഥ മാതാപിതാണ്ടമ്മയെ സ്മരിച്ച് ഡോക്ടർ ഹനുമാനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ബാഷ് റെമഡീസിൻ്റെ അനന്തര സെഷൻ ആരംഭിക്കുകയാണ്. അപ്പം പതിവിൽ നിന്നും വ്യത്യസ്തമായി ബാഷ് റെമഡീസിൻ്റെ കേസ് ടേക്കിംഗ് ഫോർമാറ്റ് അല്ലെങ്കിൽ കേസ് ടേക്കിംഗ് എങ്ങനെ നമ്മൾ എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്റ്റീവ് ക്ലാസ് ആണ് ആദ്യമായിട്ട് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് സെഷനിലേക്ക് നമുക്ക് എത്താം. ശരിക്കും ഈ ബാഷ് റെമഡീസിനെ കുറിച്ച് അറിയാനും കേൾക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും ഈ വേദിയിൽ ഈ ക്ലാസ് കേൾക്കാനും പറ്റി നിങ്ങളെല്ലാവരും ധന്യരാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് ബാഷ് റെമഡീസ്. ഇന്നലെ നാളെ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ദിവ്യൌഷധങ്ങളുടെ പ്രയോഗികത കൂടുതലായിട്ട് ഫലവത്തായിട്ട് വരുന്നുള്ള ഉറപ്പ് ഇത് കണ്ടുപിടിച്ച ഡോക്ടർ ബാഷിനുണ്ട്. 38 ഔഷധ പുഷ്പങ്ങൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച ഡോക്ടറാണ് ഡോക്ടർ ബാഷ്. ലണ്ടനിലെ ഹാർലി സ്ട്രീറ്റിൽ 20 വർഷം ഈ ചികിത്സാ സമ്പ്രദായം അദ്ദേഹം നടപ്പിലാക്കി. 7 ബബൽ നോസോൾസ് കണ്ടുപിടിച്ച ഡോക്ടറാണ് ബാഷ്. അദ്ദേഹത്തിൻ്റെ യോഗ്യത നമ്മൾ സാധാരണക്കാരനാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഹി വാസ് ബീങ് കോൾഡ് ആസ് സെക്കൻഡ് ഹനുമാൻ. 2019 അങ്ങേരെ പറഞ്ഞിരുന്നത് ഹനുമാന് ശേഷം അത്രയും കഴിവുള്ള ഒരു വ്യക്തിയും ജീവിച്ചിരുന്നെങ്കിൽ അത് ഡോക്ടർ ബാഷ് എന്നാണ് പറയുന്നത്. ഹി വാസ് ബീങ് കോൾഡ് ആസ് സെക്കൻഡ് ഹനുമാൻ. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുക: MBBS, MSc, LRCP, DPH, കേംബ്രിഡ്ജ്. അദ്ദേഹം നല്ല നിലയിൽ നല്ല പ്രോസ്പെറിറ്റി, നല്ലോണം വരവും കാശും എല്ലാം ഉള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പാത്തോളജി ലാബ് നടത്തിയിരുന്ന ആൾ സുപ്രഭാതത്തിൽ ഇതെല്ലാം വേണ്ടാന്ന് വെച്ച് ഒരു സെഞ്ചിയും തൂക്കി തേംസ് നദീ തീരത്ത് കൂടെ നടന്ന് കാടുകളിൽ പ്രവേശിച്ച് വേറെ എന്തെങ്കിലും സാധാരണ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്ന അന്വേഷണത്തിലാണ് അദ്ദേഹം ഒരു ക്ലിനിക്കെല്ലാം ക്ലോസ് ചെയ്ത് അതിൻ്റെ വരവെല്ലാം ഒരു 5 പൈസ പോലും കയ്യിലെടുക്കാണ്ട് ആ തേംസ് നദീ തീരത്തുള്ള കാടുകളിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് പുഷ്പങ്ങളിൽ അയാളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. പുഷ്പൌഷധങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് മനുഷ്യനെ ചികിത്സിക്കാൻ സാധിക്കും? ഇപ്പോൾ ബവൽ നോസോൾസിൻ്റെ പ്രത്യേകം ബവൽസ് നിന്ന് എടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഫീക്കാലിസ് എന്നൊക്കെ. അപ്പോൾ ഇത്രയും ഒരു നമ്മുടെ തന്നെ ഒരു ഡീക്കേഡായ സാധനത്തിൽ നിന്ന് എടുത്ത് ചികിത്സ ചെയ്യുന്ന ഒരു രീതി ശരിയല്ല എന്ന് തോന്നിയിട്ട് പ്രകൃതിയിൽ തന്നെ ഇതിന് വേറെ മരുന്ന് കണ്ടുപിടിക്കാൻ ദൈവം എന്നെ സഹായിക്കും എന്നൊരു തോന്നലിലാണ് അദ്ദേഹം ഈ പുഷ്പൌഷധങ്ങളിലേക്ക് തിരിയാനിടയായത്. പുഷ്പങ്ങളിൽ മനുഷ്യന് ഉപകരിക്കുന്ന ഔഷധ സസ്യങ്ങൾ ഉണ്ടോ എന്ന് തിരയാൻ തുടങ്ങി. മനുഷ്യനിലെ ആശങ്ക, ഭയം, നിരാശ എന്നിവ മാറ്റുന്നതിന് ഏത് പുഷ്പങ്ങളാണ് പ്രയോജനപ്പെടുക എന്ന് അദ്ദേഹം അന്വേഷിച്ചു തുടങ്ങി. കാട്ടുചെടികളിലെ പുഷ്പങ്ങൾ, കുറ്റിച്ചെടികളിൽ വളരുന്ന പുഷ്പങ്ങൾ,
മരങ്ങളിൽ കാണുന്ന പുഷ്പങ്ങൾ എന്നിവയിൽ നിന്ന് മരുന്നുകൾ ഉണ്ടാക്കിയിരുന്നത്. ഫലങ്ങളില്ലാത്ത മരുന്നുകളാണ് ഇതെല്ലാം. മരുന്ന് കഴിക്കുന്ന ഒരു ശീലമായി മാറുകയില്ലാത്തവയാണ് ഇവ. നമ്മളിപ്പോൾ ഇതൊരു അഡിക്ഷൻ ആവില്ല. ഈ ഫ്ലവർ റെമഡീസ് കഴിക്കുന്ന ഒരാൾക്കും അതൊരു അഡിക്ഷൻ ആയിട്ട് മാറില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതിന് അഡിക്ഷൻ ആവുമോ, നിർത്താൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സൈഡ് എഫക്ട്സും ഈ ചികിത്സാ സമ്പ്രദായം. ശാരീരിക പ്രയാസങ്ങൾ നോക്കിയെല്ലാം മരുന്നുകൾ നൽകുന്നത്. മനസ്സിന്റെ ആധി, ഭയം, വ്യാകുലത, ദേഷ്യം, നിരാശ എന്നിവ നോക്കിയാണ് മരുന്നുകൾ നൽകുന്നത്. മനുഷ്യന്റെ മാനസിക നിലയ്ക്ക് അനുസരിച്ചാണ് മരുന്നുകൾ നൽകേണ്ടത്. മനസ്സിന്റെ പൊരുത്തക്കേടുകൾ ആണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മനസ്സിന്റെ ആധിവ്യാധികളാണ് സുഖക്കേടുകൾ ഉണ്ടാവാൻ പോകുന്നു എന്ന് ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ. നമ്മുടെ മനസ്സിലെ ഈ ദേഷ്യം, കോപം, അസൂയ, വെറുപ്പ് എന്നീ വികാരങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ അത് ശരീരത്തിന് ഇതിലേക്ക് ബാലൻസ് ചെയ്ത് അസുഖങ്ങളായിട്ട് മാറുന്നത്. അപ്പൊ മനസ്സിനാണ് ചികിത്സ വേണ്ടത്. വളരെ നാളുകളായി നമ്മൾ അനുഭവിക്കുന്ന ഭയം, ആശങ്ക എന്നിവ നമ്മളിൽ ആരോഗ്യം ഇല്ലാതാക്കും. ഇങ്ങനെ വരുമ്പോൾ പ്രകൃതിയാ നമ്മളിലെ പ്രതിരോധ ശക്തി ഇല്ലാതായി നാം രോഗങ്ങൾക്ക് വിധേയമാകുന്നു. നമ്മുടെ മനസ്സിന്റെ ഈ വ്യാകുലതകൾ, നമ്മുടെ എമോഷൻസിനെ നമുക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിയിലെത്തുമ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് ശരീരത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ അത് കൊടുക്കണം. ഈ അവസ്ഥയിൽ നമുക്ക് ജലദോഷം, വൈറൽ അസുഖങ്ങൾ, രക്തവാതം തുടങ്ങി മറ്റു ശാരീരിക അസുഖങ്ങൾക്ക് നാം വിധേയമാകുന്നു. രോഗിക്കാണ് ചികിത്സ ആവശ്യം, രോഗത്തിനല്ല. രോഗങ്ങളില്ല, രോഗികളാണ് ഉള്ളത്. രോഗികളാണ് ഉള്ളത്. സന്തോഷവും സമാധാനവും മനസ്സിന് വന്നു ചേർന്നാൽ ആരോഗ്യം, ശാരീരികം തിരിച്ചു കിട്ടും. ഡോക്ടർ ബാഷിന്റെ 12 ഹീലേഴ്സ് ആൻഡ് അതേഴ്സ്, രോഗശാന്തി മരുന്നുകളുടെ റെമഡീസ് എന്ന പുസ്തകത്തിൽ 38 മരുന്നുകളെ കുറിച്ച്, മനസ്സിന്റെ 38 തരം നിഷേധാത്മക സ്വഭാവത്തെക്കുറിച്ച് എന്ത് മരുന്നാണ് നൽകേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് 38 നിഷേധാത്മക സ്വഭാവങ്ങൾ മനുഷ്യനിൽ ഉണ്ടെന്നാണ് ഡോക്ടർ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് 38 ഔഷധങ്ങളിൽ അതിന് കണ്ടുപിടിക്കാൻ കാരണം ഉണ്ടായത്. മനസ്സിന്റെ വിവിധ തരം വികാരങ്ങൾക്കനുസരിച്ചാണ് ഇത്. ഇതിനെ അദ്ദേഹം 7 ഗ്രൂപ്പ് മരുന്നുകളായിട്ട് നിർവചിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് വരുന്ന രോഗിയെ 7 ഗ്രൂപ്പ് ഉള്ള പേഷ്യൻസിനായിട്ട് നമ്മൾ 7 ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ. അതിൽ ആദ്യത്തെ എന്നുള്ള ഭയം. ഭയം എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ ഫിയർ ഉണ്ട്, അൺനോൺ ഫിയർ ഉണ്ട്, ടെറർ ഉണ്ട്, ഇതെല്ലാം അതിൽ പെടുന്നതാണ്. പിന്നെ അനിശ്ചിതത്വം, ശങ്ക. മൂന്നാമത്തെ നിലവിലെ സാഹചര്യങ്ങൾ വേണ്ടത്ര താല്പര്യമില്ലായ്മ. നമ്മുടെ സറൗണ്ടിങ്സിലും സോഷ്യൽ സറൗണ്ടിങ്സിലും നമ്മുടെ വീടുകളിലും ഒന്നും ശ്രദ്ധയില്ലാത്ത കാര്യങ്ങൾ നമുക്ക് യാതൊരു താല്പര്യമില്ലായ്മ. ഏകാന്ത, ലോൺലിനെസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാര്. സ്വാധീനങ്ങളോടും ആശയങ്ങളോടും അമിതമായി വശംവദരാകുന്നവര്. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവർ പറഞ്ഞമാതിരി ഡോർമാറ്റ്സുമാരി നമ്മൾ യൂസ്ഡ് ബൈ അതേഴ്സ് എന്ന ശീലമുള്ള സ്വഭാവമുള്ള ആൾക്കാർ. നിരാശ, ഡിപ്രഷൻ, മറ്റുള്ളവരുടെ ക്ഷേമത്തിനുള്ള അമിത കരുതൽ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്തു കൊടുക്കുന്ന ഉത്കണ്ഠയുള്ള ആൾക്കാർ. അപ്പൊ ഇങ്ങനെ 7 കണ്ടീഷൻസ് ആണ് നമുക്ക് ഈ ഗ്രൂപ്പുകളിൽ നമ്മൾക്ക് രോഗികളെ 7 എണ്ണത്തിൽ ഏതൊക്കെ ഗ്രൂപ്പിൽ ഇവരുടെ ലക്ഷണങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഭയം, അനിശ്ചിതത്വം, ശങ്ക. ഭയം എന്നുള്ള ഒന്നാമത്തെ, രണ്ടാമത്തെ അനിശ്ചിതത്വം, ശങ്ക. മൂന്നാമത്തത് നിലവിലെ സാഹചര്യങ്ങളിൽ വേണ്ട താല്പര്യമില്ലായ്മ. നാലാമത്തത് ഏകാന്തത. 5 സ്വാധീനങ്ങളോടും ആശയങ്ങളോടും അമിതമായി വശംവദരാകുന്ന വ്യക്തികൾ, നിരാശ അനുഭവിക്കുന്നവർ. അടുത്തത് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് അമിത കരുതലിന്. ഭയം എന്നുള്ള ഫിയർ എന്നുള്ള കൺസെപ്റ്റിൽ 5 മരുന്നുകളാണ് പറയുന്നത്. ശരിക്കും പറയാം അതില് ഭീകരത, അതായത് നമ്മളെ ഭയം കൂടുതലായിട്ട് നമ്മളെ ആലിലമാരെ വിറയ്ക്കുന്ന, അല്ലെങ്കിൽ അത്രയും നമുക്ക് ഭയത്തിന്റെ ഒരു ഇത് നമ്മളെ മുഖത്തും ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒരു ഇതാണെങ്കിൽ അതിനുപയോഗിക്കുന്ന മരുന്ന് അതിഭയങ്കരമായ ഭയം. റോക്രോസ് എന്ന റെമഡിയാണ്. അറിയപ്പെടുന്ന കാരണത്തോടുള്ള ഭയം. ഒരു നോൺ കോസ്, നമുക്ക് ഇരുട്ടിനെ പേടിയാണ്, അല്ലെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പേടിയാണ്. അറിയപ്പെടാത്ത കാരണങ്ങളുള്ള ഭയം, മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാലുള്ള ഭയം, മറ്റുള്ളവരെ കുറിച്ച് ഭയം. അപ്പോൾ 5 തരം ഭയമാണ് നമുക്കുള്ള 5 തരം മരുന്നുകൾ നമുക്ക് അതിലുണ്ട്. ഉദാഹരണം ഭീകരത. നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഭയങ്കരമായ അസുഖം, അപകടം ഉണ്ടായി അവർ അതിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന തോന്നൽ.
ഇപ്പൊ ഭയത്തിന്റെ ഒരു എക്സ്ട്രീം ആരെങ്കിലും ഒരാളുടെ ആക്സിഡന്റ് അല്ലെങ്കിൽ നമുക്ക് അതിനെ ആക്സിഡന്റ് ആയി അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടില്ല എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ നമ്മൾ കഴിക്കേണ്ട മരുന്ന് റോക്രോസ് എന്നാണ്. റോക്രോസ് ആണ്. അതേമാതിരി തന്നെയാണ് അത് നമ്മൾ മാത്രം കഴിച്ചാൽ പോരാ, നമ്മൾ ബൈസ്റ്റാൻഡേഴ്സും കഴിച്ചിരിക്കണം. അസുഖത്തിന്റെ കാരണമോ അതിന്റെ പ്രകൃതമോ മരുന്ന് മാറ്റുന്നില്ല. ഇവിടെ ഭയം എന്ന ചിന്തയ്ക്കാണ് പ്രിസ്ക്രിപ്ഷൻ. നമുക്കും നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും ഇത് കഴിക്കണം. നമ്മുടെ മരുന്നുകൾ നല്ല സൗമ്യമായിട്ടുള്ളതാണ്. ഇതൊരിക്കലും അനാവശ്യമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് ഇത് വളരെ സുരക്ഷിതമായി ഉപയോഗിക്കാവുന്നതാണ്. മറ്റു മരുന്നുകളുടെ കൂടെ ഇത് കഴിക്കാവുന്നതാണ്. ഈ മരുന്നുകൾ ഒരു അപകടവും മറ്റു മരുന്നുകളുടെ ഉപദ്രവം ചെയ്യുന്നതുമല്ല. ഭാവിയിലെ ഒരു അത്ഭുത ചികിത്സയാണ് ഈ മരുന്നുകൾ. ഇത് തീർച്ചയായും ലോകം മുഴുവൻ ഇന്നല്ലെങ്കിൽ നാളെ ഏറ്റെടുക്കും. ഓരോ രോഗിയെയും വേറെ വേറെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചികിത്സിക്കണം. നമ്മുടെ വരുന്ന ഓരോ നമ്മൾ ഹോമിയോപ്പതി മെത്തേഡ് പ്രകാരം തന്നെയാണ് പോകുന്നത്. ഇൻഡിവിജ്വലൈസേഷൻ. ഓരോ രോഗിയുടെയും പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഓരോ വ്യക്തിയെയും വിസ്തരിച്ച് മനസ്സിലാക്കണം. അവർ എങ്ങനെയാണ് ജീവിതത്തെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രോഗിയെ നാം വളരെ അനായാസമായി നമ്മളിപ്പോൾ പേഷ്യൻസ് നമ്മുടെ റൂമിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. നാം അവരുടെ ചങ്ങാതിയാണെന്നും നാം അവരെ സഹായിക്കാൻ തയ്യാറാണ് എന്ന ചിന്ത അവരിൽ ഉണ്ടാക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ നാം മാത്രം അറിയുന്നതായിരിക്കണം. മറ്റുള്ളവരോട് ഇത് പങ്കുവെക്കരുത്. അവർക്ക് നമ്മിൽ വിശ്വാസതയും ഉണ്ടാക്കണം. ഇവർ ഉള്ളു തുറന്ന് സംസാരിക്കുന്ന രീതിയിൽ നാം പെരുമാറണം. നിങ്ങൾ നല്ല സ്വഭാവം ഉള്ള ആളാണ്, ലോകത്തിൽ നിങ്ങൾ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയണം. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ താത്കാലികം മാത്രമാണ്. നിങ്ങളിലെ ഭയം നിങ്ങളിലെ തന്നെ ധൈര്യം കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ് എന്ന് നാം പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളിലെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളിലെ ചില മാനസിക നിലയിലെ വ്യതിയാനങ്ങളാണ്. അക്ഷമ, ക്ഷോഭം നിങ്ങൾക്ക് മാത്രമല്ല ഈ പ്രത്യേകത, മറ്റുള്ളവരിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അവരിലെ നല്ല ഗുണങ്ങളെ, പോസിറ്റീവായ കാര്യങ്ങളെ പ്രകൃതി നമ്മൾ അഭിനന്ദിച്ച് വർത്തമാനം പറയണം. നമ്മൾ പേഷ്യൻസിനോട് നിങ്ങൾ നല്ല മനുഷ്യനാണ്, എന്നിലും നിന്നിലുമുള്ള ആത്മാവ് ഒന്ന് തന്നെയാണെന്ന് പറയണം. നമ്മുടെ രണ്ടാളിൽ വൈറ്റൽ ഫോഴ്സ് ഒന്ന് തന്നെയാണ്. ഓരോ രോഗിയും നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ അവരെ സന്തോഷപൂർവ്വം സ്വീകരിക്കണം. ബാഷ്ലർ റെമഡി ചികിത്സയ്ക്ക് വന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. വർഷങ്ങളിൽ ധാരാളം പേർ ഇതിന്റെ ഗുണം അനുഭവിച്ചു വരുന്നു. രോഗിയെ കംഫർട്ടബിളായി ഇരുത്തണം. നിങ്ങൾ വളരെ സമാധാനമായ അന്തരീക്ഷം ഉണ്ടാക്കണം. ആദ്യം നാം അവരുടെ ശാരീരിക പ്രശ്നങ്ങളെ കുറിച്ച് പറയണം. അതിനുശേഷം നാം അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും എന്ന് പറയുക. നിങ്ങളെക്കുറിച്ച് ഒരു നല്ല ചികിത്സകൻ വളരെ ക്ഷമയുള്ളവനായിരിക്കണം. നമ്മളിൽ ഈ സ്വഭാവം വളർത്തണം. നാം നല്ലൊരു കേൾവിക്കാരനാകണം. നമ്മളെപ്പോഴും ബെസ്റ്റ് ലിസണേഴ്സ് ആയിരിക്കണം. നമ്മൾ ആ രോഗിയെ സ്വതന്ത്രമായിട്ട് വർത്തമാനം പറയാനായിട്ട് അനുവദിക്കും. രോഗികൾ അവരുടെ ശാരീരിക കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരെക്കുറിച്ച് തന്നെ വിസ്തരിച്ച് പറയും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുന്നത്. അവരിങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ ചില പോയിന്റ്സ് ആയിരിക്കും നമുക്ക് അവരുടെ മാനസിക എമോഷൻസിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ അവതരിപ്പിക്കുന്ന രീതിയിലെ ചില കാര്യങ്ങളായിരിക്കും നമുക്ക് ബാഷ്ലർ റെമഡീസ് പ്രിസ്ക്രിപ്ഷൻ ചെയ്യാൻ നമുക്ക് ഉപകരിക്കുന്നത്. അവർ അറിയാതെ ചിലത് പറയും. എനിക്ക് എൻ്റെ അസുഖങ്ങൾ കൂടുതലായി ഭേദമാകില്ല എന്നൊരു ഭയമുണ്ട് എന്ന് പറയുന്നതാണ്. അവർ പറയുകയാണ് എൻ്റെ സൂക്കേട് എനിക്ക് മാറില്ല, എനിക്ക് ഭയങ്കര പേടിയുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ സൈഡിൽ നോട്ട് ചെയ്യാം. മിമുലസ് എന്ന ഒരു ക്യാരക്ടറിലേക്ക് അവർ ആ ഗ്രൂപ്പിലേക്ക് വരുന്നു. എൻ്റെ അസുഖം മാറുമെന്ന് എനിക്ക് തീരെ ഉറപ്പില്ല. അവരെന്നെ അറിയാണ്ട് പറയാം, എൻ്റെ അസുഖം ഞാൻ പല ഡോക്ടർമാരെയും കണ്ടുകൊണ്ട് മതിയായി, എനിക്ക് ഇവിടെ വന്നാലും മാറുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു രോഗിയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഗോഴ്സ് എന്നുള്ള റെമഡിയാണ് അവിടെ വരുന്നത്. എൻ്റെ ജോലി ചെയ്യുന്നതിൽ എനിക്ക് തീരെ ക്ഷമയില്ല. ചിലർ പറയും എനിക്ക് ഭയങ്കര ധൃതിയാണ്, ഞാൻ വളരെയധികം അജിറ്റേറ്റഡ് ആണ്, എൻ്റെ ഓഫീസിലും വീട്ടിലും എല്ലാം ഞാൻ വളരെയധികം ശോഭിച്ചാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ പെരുമാറുന്നത്. അപ്പൊ അത്തരം രോഗികൾ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് സൈഡിൽ മാർക്ക് ഇംപേഷ്യൻ എന്ന മരുന്നാണ് അവിടെ നമുക്ക് ആ രോഗിക്ക് ആവശ്യം കൊടുക്കാൻ സഹായമാകുന്നു. എൻ്റെ മനസ്സിന്റെ പിരിമുറുക്കം കാരണം എനിക്ക് ജോലി നല്ല രീതിയിൽ ചെയ്യാനും പറ്റുന്നില്ല, അതും ഇംപേഷ്യൻ്റെ ലക്ഷണമാണ്. എനിക്ക് അയാളോട് ഭയങ്കര നീരസമാണ്, അല്ലെങ്കിൽ അതിനോട് ആ സാഹചര്യത്തോട്
എന്ന് രോഗി തന്നെ അറിയാതെ പറയുന്നുവെങ്കിൽ അത് ആ സ്വഭാവത്തിന് നമ്മൾ വില്ലോ എന്ന മരുന്നാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര നീരസം, ആ വ്യക്തിയെ തീരെ കണ്ടുകൂടാ, എൻ്റെ സാഹചര്യത്തിന് പൊരുത്തപ്പെടാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്ന രോഗിയാണെങ്കിൽ നമുക്ക് അവിടെ പ്രധാന സൈഡിൽ മാർക്കും വില്ലോ ക്യാരക്ടറാണ്. ഇങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ വരുന്ന ചില സാധാരണ പ്രയോഗങ്ങളാണ് മരുന്ന് പ്രിസ്ക്രിപ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നത്. രോഗികൾ വർത്തമാനം പറയുന്ന രീതി ധൃതിയിലാണോ, പതുക്കെയാണോ, മടിയോടെയാണോ, പരിഭ്രമത്തോടെയാണോ, ആധികാരികമായാണോ, ദൃഢനിശ്ചയത്തോടെയാണോ, മന്ത്രിക്കുന്ന മാതിരിയാണോ, ഭയത്തോടെയാണോ, അനിശ്ചിതത്തോടെയാണോ, രോഗി ഭയത്തോടെ വിഷമിക്കുന്ന രീതിയിലാണോ, നെറ്റി ചുളിക്കുന്നുണ്ട് വർത്തമാനം പറയുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോൾ, അയാളുടെ ചിരി യഥാർത്ഥമായുള്ളതാണോ, അല്ലെങ്കിൽ നിരാശ, ദുഃഖം, വിഷമം എന്നിവയെ മറച്ചു വെച്ചുള്ള ചിരിയാണോ, അയാളുടെ ചലനങ്ങൾ ശ്രദ്ധിക്കണം. രോഗി ക്ഷമയോട് കൂടിയാണോ ഇരിക്കുന്നത്, കൈകാലുകൾ ആട്ടുന്നുണ്ടോ, ഇരിക്കുന്ന സ്ഥലത്ത് മാറി മാറി ചലിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഡോക്ടർ ശ്രദ്ധിക്കുന്നത് പ്രിസ്ക്രിപ്ഷനിലേക്ക് നമ്മെ നയിക്കും. ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്ക് ചില ചെറിയ ചോദ്യങ്ങൾ അവരുടെ വർത്തമാനത്തിന് ഭംഗം വരാത്ത രീതിയിൽ ചോദിക്കാം. ഉദാഹരണം, ഇത് എത്ര കാലമായി അനുഭവിക്കുന്നു, ശാരീരികമോ മാനസികമോ ആയാലും ഷോക്ക്, ഞെട്ടൽ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ, അങ്ങനെ വല്ലതും ചോദിക്കുമ്പോൾ നമുക്ക് അതിനെ ഉദ്ദേശിക്കുന്ന മരുന്ന് സാരോപതലമാണ്. നിരാശ, ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിട്ടുണ്ടോ, മനസ്സിനെ ഇത് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, ഒരേ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് അങ്ങനെ വല്ല ചിന്തകളുണ്ടെങ്കിൽ വൈറ്റ് ചെസ്റ്റ്നട്ട്, വയസ്സ്, വിവാഹിതനോ ഒറ്റയ്ക്കാണോ വിധവയാണോ എന്ന കാര്യങ്ങൾ അറിയണം. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടാറുണ്ട്. പ്രസന്റിൽ ജീവിക്കുന്നവരുണ്ട്, പാസ്റ്റിൽ ജീവിക്കുന്നവരുണ്ട്, ഫ്യൂച്ചറിൽ ജീവിക്കുന്നവരുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെട്ട സമയം കളയുന്ന വ്യക്തികളാണെങ്കിൽ ഹണി സക്കിൾ എന്നുള്ള മരുന്നാണ് നമുക്ക് ഓർമ്മ വരുന്നത്. രോഗിയോട് തന്നെ സംസാരം തുടരാൻ അനുവദിക്കുക, അവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരങ്ങൾ വ്യക്തത വരുത്തുക, കാര്യങ്ങൾ വർണ്ണിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അയാൾ പ്രകടിപ്പിക്കുന്ന നീരസം, ദേഷ്യം, വിദ്വേഷം, അസൂയ എന്നിവയ്ക്ക് നമ്മൾ അധികം വൈകാരികത പ്രകടിപ്പിക്കരുത്. ഇത്തരം കാര്യങ്ങൾ മനുഷ്യ സഹജമാണ് എന്ന് നാം പറയണം. മനസ്സിന്റെ ചില പ്രയാസങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾ പെട്ടെന്ന് തന്നെ വളരെ സന്തോഷവാനും ആരോഗ്യവാനുമായി തീരും. ഇതെല്ലാം താൽക്കാലികം മാത്രമാണ്. ജീവിതത്തിൽ സന്തോഷം തിരിച്ചെത്തും. സന്തോഷവാനായി ജീവിക്കുക എന്നത് ഒരാളുടെ മാത്രം കുത്തകയല്ല, എല്ലാവരുടേതുമാണ് സന്തോഷമായി ജീവിക്കുക. നിങ്ങളിലെ നിരാശാബോധമാണ് നിങ്ങളെ രോഗിയാക്കി. നിരാശാബോധമാണ് നിങ്ങളെ രോഗിയാക്കി നിങ്ങളിലെ സന്തോഷത്തെ കെടുത്തിയത്. കുടുംബസമേതം കുട്ടികളോടുകൂടി സന്തോഷമായി ജീവിക്കാൻ ശ്രമിച്ചാൽ എല്ലാം ശരിയാകും. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ശീലം ഉണ്ടാവണം. അയാൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലായി എന്ന് പറയണം. ഇത്തരം ഒരു അവസ്ഥ എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരിലും ഉണ്ടാവണം. ചിലർക്ക് ഇത്തരം സന്ദർഭങ്ങൾ മാറ്റിയെടുക്കാൻ കഴിവുണ്ട്. ചിലവർക്ക് അവനവൻ്റെതായ പ്രശ്നങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവരുണ്ട്. ഇതാണ് നാം അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വന്ന പേഷ്യൻസിൽ അവരെ കൊണ്ട് തന്നെ അവരുടെ ഈ മനസ്സിന്റെ ഈ എമോഷണൽ പ്രോബ്ലംസ് മാറ്റിയെടുക്കാൻ നമ്മൾ സഹായിക്കണം. അപ്പൊ ആ സഹായിക്കുന്ന വിദ്യ അല്ലെങ്കിൽ അതിന് നമ്മൾ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മാത്രമല്ല, ഡോക്ടർ ബാഷ് റെമഡീസ് പ്രിസ്ക്രിപ്ഷൻ ചെയ്ത് അവരുടെ മനസ്സിലെ നെഗറ്റിവിറ്റി മാറ്റി കഴിഞ്ഞാൽ അവരുടെ ശാരീരികമായ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങളെ ആരോഗ്യ മനസ്സും ശരീരവും ഉള്ള ആളാക്കി ഞാൻ മാറ്റിത്തരാമെന്ന് നമ്മൾ പറയണം. ഡോക്ടർ ബാഷിന്റെ ഫ്ലവർ റെമഡീസിന്റെ പ്രത്യേകത അതാണ്. ഇങ്ങനെ ആക്കി തരുന്നത് ഡോക്ടർ ബാഷിന്റെ പുഷ്പൌഷധങ്ങളാണ്. അയാളിലെ നന്മകളെ പ്രകീർത്തിക്കുക. ഇവിടെ നിങ്ങളെ എത്തിച്ചത് തന്നെ നിങ്ങളുടെ ധൈര്യമാണ്, വിശ്വാസമാണ്. ഞങ്ങൾ തരുന്ന മരുന്നുകൾ ശാരീരികമായും മാനസികമായും വളരെ പ്രയോജനപ്പെടും. രോഗിയോട് പോസിറ്റീവായി നമ്മൾ സംസാരിക്കുക, എല്ലാം ഉറപ്പ് നൽകുക. നമുക്ക് ഉറപ്പ് മുഴുവൻ മാറ്റിത്തരാൻ നമുക്ക് പറയാൻ സാധിക്കില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ വർഷങ്ങളായുള്ള ചികിത്സ കൊണ്ടും നമുക്ക് ചികിത്സാ ഫലങ്ങളെ കൊണ്ടും നമുക്ക് അവർക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കും. ഈ മരുന്നുകൾ കഴിച്ചാൽ തീർച്ചയായിട്ടും ധാരാളം പേർക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും പ്രയോജനം തീർച്ചയായിട്ടും ലഭിക്കുമെന്നൊരു അഷുറൻസ് കൊടുക്കണം. നിങ്ങൾ ഒരാളല്ല ആദ്യമായി ഇത് അനുഭവിക്കുന്നത്, നിങ്ങളല്ല അവസാനത്തേതും. നിങ്ങൾക്ക് തീർച്ചയായും ഫലം കിട്ടും. നമ്മളിലെ സംസാരം
രോഗികളിൽ വലിയ വിശ്വാസത ഉണ്ടാക്കണം. അവരിൽ ആത്മധൈര്യം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ അടുത്ത് വരുന്ന ഓരോ രോഗിയും സന്തോഷവാനായി മടങ്ങിപ്പോകട്ടെ. വന്നതിൽ നിന്ന് വ്യത്യസ്തം. നമ്മൾ ഓരോ പേഷ്യൻസ് വന്നാലും തിരിച്ചു പോകുമ്പോൾ അവർ സാറ്റിസ്ഫൈഡായി നമ്മളിലെ വിശ്വാസം തന്ന് അവർ തിരിച്ചു പോകുന്ന രീതിയിലാകണം. ഇവരോട് നമ്മുടെ ഇതാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം, നമ്മുടെ ചികിത്സയുടെ ഗുണങ്ങൾ. അപ്പൊ ഈ ഒരു ഇൻട്രഡക്ഷനാണ് നമ്മൾ ബാച്ചലർ ഓഫ് മെഡിസിനെ കുറിച്ച് എല്ലാവർക്കും അറിയേണ്ട കുറെ കാര്യങ്ങൾ. എങ്ങനെ നമ്മൾ ആ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ പെരുമാറണം, എങ്ങനെ അവരെ നമ്മൾ, ഇതെല്ലാം ഹോമിയോപ്പതി മെത്തേഡ് തന്നെയാണ്. പക്ഷെ കുറെ കൂടെ നമ്മൾ അവർക്ക് സ്പേസ് കൊടുക്കാം. മാനസികമായാലും അവരുടെ മനസ്സിലാക്കണമെങ്കിൽ ക്ഷമയോടുകൂടി സമയമെടുത്ത് നമ്മൾ കേൾക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ എടുത്ത ക്ലാസ്സിൻ്റെ തന്നെ പ്ലാന്റ്സിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നൊരു ടിപ്പും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ചോദ്യോത്തരവേദിയിലേക്ക് എത്താം. നമ്മളൊക്കെ വീടുകളിലും നാടുകളിലൊക്കെ കാണുന്ന ചെടികൾ ഇലകളൊക്കെ ചുരുണ്ടു പോകുന്ന ഒരു പ്രകൃതം നമ്മൾ കണ്ടിട്ടാണ് വീടുകളിലൊക്കെ ചിലത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അവ അനുഭവിക്കുന്ന മാനസികതയ്ക്ക് അഗ്രമണി ക്രാബ് ആപ്പിളാണ് കൊടുക്കുന്നത്. ചുരുണ്ടിങ്ങനെ കേളിയായിട്ട് വരുന്ന ചെടി, ട്വിസ്റ്റ് ചെയ്ത മാതിരിയൊക്കെ വരുന്ന ഒരു വിധത്തിലാണ് ഒരു സ്ട്രഗിളാണ് കാണിക്കുന്നത്. അപ്പം അഗ്രമണി ക്രാബ് ആപ്പിൾ. പിന്നെ നമ്മൾ ഓരോ ചെടി വയ്ക്കുമ്പോഴും നമ്മളിപ്പോൾ ഗാർഡനിന്നൊക്കെ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ ചെടി വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പം ആദ്യം തന്നെ ആ ചെടികൾക്ക് സ്റ്റാറോബത്തലം ഒരു 2 ഡ്രോപ്പ് 1 ഔൺസ് വെള്ളത്തിൽ കലക്കി അതൊരു 4 ലിറ്റർ വെള്ളത്തിലും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വെക്കുമ്പോൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ ആ ചെടി നന്നായിട്ട് വളരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഷോക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ നെഗറ്റിവിറ്റി ഈ പ്ലാന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാനാണ് സ്റ്റാറോബത്തലം അല്ല ഷോക്ക് എന്നുള്ള ഒരു പ്രോസസ്സിനെ ഇല്ലാതാക്കി നമ്മൾ നേരത്തെ തന്നെ പ്രിവെൻഷൻ കൊടുക്കുന്നത്. പ്രൊഫൈലാക്റ്റിക് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പാടങ്ങളിലൊക്കെ നമ്മൾ പാലക്കാടും ആലപ്പുഴയിലൊക്കെ ഞാറ് നടുന്ന സമയത്ത് കുറേ പ്ലാന്റ്സ് ഇങ്ങനെ കരിഞ്ഞു പോണ കാണാം നമുക്ക്, അല്ലേ? അപ്പൊ ആ പ്ലാന്റ്സ് നട്ട ആ ഒരു ജീവനക്കാരുടെ മനസ്സിൽ നെഗറ്റിവിറ്റിയാണ് ഈ പ്ലാന്റ്സ് കരിഞ്ഞു പോകാൻ കാരണം. ആ സമയത്ത് അതിനെ ഓവർകം ചെയ്യുവാനായിട്ട് നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്ത് സ്റ്റാറോബത്തലമോ എസ്ക്യൂ റെമഡിയോ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ വെച്ച ചെടി വളർച്ച മോശമാണെങ്കിൽ നമ്മൾ ഹോമിയോപ്പതി ചെയ്യുന്ന സിലീഷ്യ, ചൈന, ആൽഫ കൊടുക്കുന്ന മരുന്നതിന് ശേഷം ചെടി വളർച്ച മോശമാണെങ്കിൽ അതിന് ഹോൺബീം ഓർ ഒലീവ് കൊടുക്കാം. ഹോൺബീം കൊടുക്കാം, ഒലീവും കൊടുക്കാം. ആ വളർച്ച ഇങ്ങനെ ശോഷിച്ച് നിൽക്കുന്ന ഒരു ഇതില്ല എന്ന് കാണുക. റെസ്ക്യൂ റെമഡിയും ഇതേ സമയത്ത് ഈ ചെടികളിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കൊടുക്കാൻ പറ്റുന്നതാണ്. വളരെ കുറച്ചേ കൊടുക്കുന്നത്. നമ്മൾ ഈ ചെടികൾക്കൊക്കെ എത്രയും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. 2 ഡ്രോപ്പ് 30 ml വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതൊന്നൊരു ടീസ്പൂൺ എടുത്ത് 4 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ചെടിയിലെ ചുവട്ടിൽ നമ്മൾ സ്പ്രേ ചെയ്താൽ മതി. അങ്ങനെ ഒരാഴ്ചത്തോളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾ നല്ല ആരോഗ്യമായിട്ട് വളരാൻ സാധിക്കും. ചെടി ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന അവസ്ഥ, ഡ്രൂപ്പിങ്, അങ്ങനെ നമ്മൾ വെള്ളമില്ലാത്ത ചെടികൾ കണ്ടിട്ടില്ലേ? ആ ഡ്രൂപ്പിംഗ് നേച്ചറാണ് നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് നമ്മൾ നല്ല വളം കൊടുത്തു വെള്ളം കൊടുത്തു എന്നിട്ട് ശരിയാകും. അപ്പോൾ നമുക്ക് കൊടുക്കാം ഹോൺബീം, ഒലിവ് ആൻഡ് സെന്റോറി. വളക്കൂറില്ലാത്ത മണ്ണ്, നമ്മളിപ്പോൾ വളക്കൂർ മറ്റേ നമ്മൾ സാധാരണ വളങ്ങൾ കൊടുത്തിട്ട് ആ ഒരു ചെടി വെച്ചിട്ട് അതിനെ വലിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണുന്നെങ്കിൽ അതിന് നമുക്ക് കൊടുക്കാം ഒലീവ്, വൈൻ ഓർ വൈൽഡോട്ട് ഉപയോഗിക്കാം. വളക്കൂറില്ലാത്ത മണ്ണിന് ഒലീവ്, വൈൻ ഓർ വൈൽഡോട്ടാണ് ഉപയോഗിക്കേണ്ടത്. ആ മണ്ണിലേക്ക് നമുക്ക് ഈ പ്രയോജനം നടത്താം. 30 ml കുപ്പിയിലെ വെള്ളത്തിൽ 2 തുള്ളി ആവശ്യമുള്ള മരുന്ന് ചേർക്കുക. ഇതിനെ 4 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചെടിക്ക് സ്പ്രേ ചെയ്യുക. വേരിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പൂപ്പൽ രോഗമുണ്ടായ ഒരു മരത്തിൻ്റെ ഒരു ചെടിയാണെങ്കിൽ നമുക്ക് ക്രാബ് ആപ്പിളും അഗ്രമണിയും സ്പ്രേ ചെയ്താൽ മതി. പൂപ്പൽ വന്ന ഒരു ചെടിയാണെങ്കിൽ. വാടി തൂങ്ങിക്കിടക്കുന്ന ചെടി ഹെൽത്തിയായി ഗ്രോ ചെയ്തോളും. വാടിപ്പോയ ഒരു ഫ്രൂട്ട് ചെടിക്ക് പൂച്ച കയറി അല്ലെങ്കിൽ എന്തെങ്കിലും അനിമൽസോ വേറെ വല്ലതും കയറി അതിന് തോലിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് റെസ്ക്യൂ റെമഡി ഹോൺബീം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനിയൊരു ടിപ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവരും ഓർമ്മ വെച്ചോളൂ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആരെയാണ് കണി കണ്ടത്, അന്നത്തെ ദിവസം ശരിയല്ലാതെ കണ്ടാൽ കണി കണ്ട ആളെ നമ്മൾ ശപിക്കൂല്ലേ, പിന്നെ അന്നത്തെ ദിവസം മുഴുതാകും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കണമെങ്കിൽ
രാത്രി കിടക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഡോസ് ഇൻപേഷ്യൻ്റ് നമ്മളതിന് സ്വയം കഴിച്ചു നോക്കും. അന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് അവസാനിക്കും. നമ്മളിലുള്ള ആ ഒരു ഇംപേഷ്യൻസും നമ്മുടെ ആ അക്ഷമയൊക്കെ തീർച്ചയായിട്ടും മാറും കേട്ടോ. ചിലപ്പോൾ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് എണീക്കേണ്ട ആളെ ഇടത്തോട്ട് തിരിഞ്ഞ് അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞ് കിടക്കുന്ന ആൾ വലത്തോട്ട് തിരിഞ്ഞ് അയ്യോ ഒന്നും ശരിയായില്ല, ഞാനിന്ന് എഴുന്നേറ്റ രീതി ശരിയായില്ല എന്ന് പറഞ്ഞ് എണീറ്റ് വരുന്നെങ്കിൽ ആ ഒരു സ്വഭാവ രീതി മാറ്റണമെങ്കിൽ എഴുന്നേറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഡോസ് ഇംപേഷ്യൻ്റ് കഴിച്ചു നോക്കും. തീർച്ചയായിട്ടും നമ്മൾ നല്ല മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇനി അടുത്തതിൽ നമുക്ക് റിപ്പീറ്റേഷൻ ക്ലാസ് തന്നെയാണ്. ഇതിലത്തെ പ്രഗ്നൻസി പീരീഡിൽ എങ്ങനെ കൊടുക്കാം, നമുക്ക് സെൽഫ് ട്രീറ്റ്മെന്റ് എങ്ങനെ എടുക്കാം, പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള റിപ്പീറ്റേഷൻ ക്ലാസ് തന്നെയാണ് നമ്മുടെ. കാരണം കുറേ ക്ലാസ് നമ്മൾ പലരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് അടുത്ത ക്ലാസ് അതിനെക്കുറിച്ചായിരിക്കും. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ സാറേ, അപ്പം സാറിന്റെ ആമുഖമായ ക്ലാസ് തന്നെ വളരെ നന്നായിരുന്നു. നമുക്ക് ഒരുപാട് എല്ലാവർക്കും പ്രയോജനം ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു. ചെടികളൊക്കെ ഇല്ലാത്ത വീടുകൾ കാണില്ല. അപ്പൊ ആ ചെടികൾക്ക് എങ്ങനെ പുഷ്ടിപ്പെടുത്താം, പൂക്കൾ ഉണ്ടാവാം, അതിനെക്കുറിച്ചൊക്കെ സാറ് നന്നായി പറഞ്ഞു. അത് വളരെ നല്ല അനുഭവം ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ ഇനി ഡോക്ടേഴ്സിന് എന്തെങ്കിലും ബാഷ് ഫ്ലവർ റെമഡിയെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ നന്നായിരിക്കും. അല്ലെ അവരവർക്കുള്ള ഏതെങ്കിലും ഒരു കേസ് സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാണ്ട് കേസ് ഏത് മെഡിസിൻ കൊടുക്കണം ബാഷ് ഫ്ലവർ റെമഡിയിൽ ഇന്ന കേസാണ് എന്നോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരിക. സാറ് അപ്പൊ ഈ ബാഷ് ഫ്ലവർ റെമഡി കൊണ്ട് മാനസിക നിലയിൽ കൂടുതൽ കേന്ദ്രീകരിച്ച് ഫിസിക്കലായിട്ടുള്ള സിംറ്റംസും മൊത്തത്തിലുള്ള അതെ അതെ അതെ. നമ്മൾ അവരുടെ ശാരീരിക പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവര് ആ സംസാരിക്കുന്ന രീതി, അവരുടെ മുഖത്തിലെ ഭാവവ്യത്യാസങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ അവരുടെ എമോഷൻസിനെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 7 ക്യാരക്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ക്യാരക്ടറിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അവർക്ക്. നിരാശാബോധമോ അല്ലെങ്കിൽ മറ്റേ പുറമേ സന്തോഷം പ്രകടിപ്പിക്കുന്ന ക്യാരക്ടറോ അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ആണോ, വളരെ ഇംപേഷ്യൻ്റ് ആണോ, അതൊക്കെ ഒബ്സർവ് ചെയ്ത് നമ്മൾ സൈഡിൽ നമ്മൾ തന്നെ അപ്പൊ തന്നെ നോട്ട് ചെയ്താണെങ്കിൽ എളുപ്പത്തിൽ പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ മനസ്സിനെ എമോഷൻസിനെ നമ്മൾ നോർമലൈസ് ചെയ്യുന്നതോറും നമുക്ക് ഇവരുടെ ശരീരത്തിന്റെ അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും. ഡെഫിനറ്റ് ആണ് അത്. ഒരു സംശയം ഹരിഹരൻ സാറിലേക്ക് വരാം സാറേ. ഒരു ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് പിന്നെ അതിന്റെ ഡോസേജ് എത്ര അളവ് കൊടുക്കണം എന്നുള്ളത്. ആരൊക്കെ കൊടുക്കണം എന്നാ പറഞ്ഞ, മനുഷ്യനാണോ? അത് പറഞ്ഞിട്ടില്ല. മനുഷ്യനായിരിക്കും. മനുഷ്യനാണെങ്കിൽ നമ്മൾ അതിന്റെ ആ സീരിയസ് അനുസരിച്ചിട്ട് നമ്മളിപ്പോ ഒരു പാനിക് സിറ്റുവേഷൻ ആണ്, അപ്പൊ നമ്മൾ ഒരു ക്യാൻസർ രോഗിയാണെന്ന് വെച്ചാണെങ്കിൽ നമ്മൾ 4 നേരം 6 നേരം കൊടുക്കണം. അവരത് കഴിക്കുമ്പോൾ ബൈസ്റ്റാൻഡേഴ്സും കഴിച്ചിരിക്കണം. ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ പ്രസൻസ് അല്ലെങ്കിൽ നമ്മുടെ വർത്തമാനം രോഗിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മളിപ്പോ ഒരു ക്യാൻസർ പേഷ്യനെ കൊടുക്കണമെങ്കിൽ സാറോബത്തലമോ റെസ്ക്യൂറോബോഡി കൊടുക്കണം, നമ്മളും കഴിച്ചു നോക്കും. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഹാപ്പി ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മനസ്സിലെ പോസിറ്റിവിറ്റി നമ്മുടെ മെഡിസിൻസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് റിക്കവറി. നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ രോഗികൾക്കൊക്കെ റെസ്ക്യൂ റെമഡി ഒരു ഡ്രാമോ കൊടുത്തു നോക്കും. ഒരു മാസം കിടക്കണം പറഞ്ഞ രോഗി ഒരു 10 ദിവസം 15 ദിവസം കൊണ്ടവർ റിക്കവറി ആയിട്ട് തിരിച്ചു വരും. കാരണം മനസ്സിന്റെ ചിന്താഗതിക്ക് നെഗറ്റിവിറ്റി ഇല്ലാതാക്കി എനിക്ക് ജീവിക്കണം, ഞാൻ ഇതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് ജീവിക്കാൻ സാധിക്കും എന്നൊരു പോസിറ്റീവ് തിങ്കിങ് വരുന്നതോറും ഫാസ്റ്റ് റിക്കവറിയാണ് വരുന്നത്. ഓക്കെ, ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചോളൂ. സാറേ നമസ്കാരം. സാറേ എനിക്ക് ചോദിക്കാനുള്ളത് 2 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മുടെ ബവൽ നോസോടും ബാക്ക് ഫ്ലവർ റെമഡിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് ഒരെണ്ണത്തിന് പരസ്പര പൂരകമാണോ? സാറിന്റെ അനുഭവത്തിൽ അങ്ങനെയുണ്ടോ? ബവൽ നോസോട്സ് നമുക്ക് നമ്മളിപ്പോ ഈ പരസ്പര പൂരകം എന്നല്ല, അത് കൊടുക്കുമ്പോൾ അത്
ലോങ് വിത്ത് നമുക്ക് ഈ എമോഷൻസിന്റെ വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് പ്രയോജനപ്പെടും. ലോങ് വിത്ത് നമുക്ക്. അല്ല, ഇതിന് ഈ നമ്മള് ഈ ഫ്ലവർ റെമഡിയിൽ കാണുന്ന ഒരു പ്രത്യേകതയും ബവൽ നോസോഡി കാണുന്ന പ്രത്യേകതയും ഞാൻ നോട്ട് ചെയ്തപ്പോ, ബവൽ നോസോഡ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ പത്തോളജി ബേസ്ഡ് ആണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പത്തോളജി ബേസ്ഡ് ആണ്. അതേസമയം ബാക്ക് ഫ്ലവർ എന്ന് പറയുന്നത് അത് പിന്നെ സൈക്കോളജിക്കലി ബേസ്ഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പത്തോളജിക്കലി ബേസ്ഡ് ആയിട്ടുള്ള ബവൽ നോസോഡും ഈ സൈക്കിക്ക് ഗുണം വരത്തക്ക രീതിയിൽ ഫ്ലവർ റെമഡിയും എൻ്റെ തോട്ടത്തിൽ ഞാൻ തുടങ്ങിയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബവൽ നോസോഡ് ഞാൻ വാങ്ങിച്ചു, എല്ലാ ബവൽ നോസോഡും വാങ്ങിച്ചിട്ട് ഞാനത് വായിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. അതിലൊരു പിന്നെ അത് ഇപ്പൊ ഒരു പേഷ്യന്റ് മാത്രമേ ഞാനത് കൊടുത്തിട്ടുള്ളൂ. അത് ഏതിനാന്ന് വെച്ച് കഴിഞ്ഞാല് ബവൽ നോസോഡില് ഓൾട്ടർനേറ്റിംഗ്, അതായത് സ്കിൻ ഡിസീസും റെസ്പിറേറ്ററി കംപ്ലൈന്റും ഓൾട്ടർനേറ്റ് ചെയ്യുക. അതിന് ബവൽ നോസോഡി പറയുന്ന ഒരു മെഡിസിന് പറയുന്ന മ്യൂട്ടിബിൾ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ആണ് പറയുന്നത്. ഞാനത് കൊടുത്ത് വിട്ടിരിക്കുകയാണ്. അത് നോക്കട്ടെ. അതായത് വിത്തൗട്ട് ഹോമിയോപ്പതിക് മെഡിസിൻ എനിക്കറിയാം. അതിന് ഏത് മെഡിസിനാ വേണ്ടതെന്ന് എനിക്കറിയാം. അത് ഞാൻ കൊടുത്തിട്ടില്ല, മനഃപൂർവ്വം കൊടുത്തില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇത് ആക്ട് ചെയ്യും. എന്നിട്ട് ഈ കുട്ടി ഭയങ്കര ഇംപേഷ്യന്റ് ആണ്, എപ്പോഴും കരച്ചിലായി, ഏത് സമയം കരച്ചിലാണ്. അപ്പൊ ഇംപേഷ്യന്റും കൊടുത്തു, ഈ മ്യൂട്ടിബിളും കൊടുത്തു. എങ്ങനെ അത് റെസ്പോണ്ട് ചെയ്യുന്ന അറിയട്ടെ. എന്നിട്ട് അത് നമുക്ക് റെക്കോർഡ് ചെയ്ത് നോക്കാം. അതെങ്ങനെ പരസ്പരം തീർച്ചയായിട്ടും നിങ്ങളൊരു പോസിറ്റീവ് റിസൾട്ട് പ്രതീക്ഷിക്കുക. അതാണ് ഒന്ന്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്ന. പിന്നെ അടുത്ത ഒരു കേസ് എന്താന്ന് വെച്ചാല്, എനിക്കൊരു സ്കീസോഫേണിയ കേസ് വന്നിട്ടുണ്ട്. ആ സ്കീസോഫേണിയ കേസ് ഒരു 35 വയസ്സ് 38 വയസ്സുള്ള ഒരു നല്ല ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരന്റെ പ്രത്യേകത ഞാൻ പറയാം സാറിന്. ഈ പുള്ളിക്കാരൻ നല്ല ബെസ്റ്റ് ഫിസിക്കാണ്. അതായത് ജിംനാസ്റ്റിക് ആണ്. പക്ഷേ ഈ ജിംനാസ്റ്റിക് ആണെങ്കിലും ഇയാളുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ലോലമാണ്. അപ്പൊ ഇയാള് 7 വർഷമായിട്ട് സൈക്യാട്രിയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അയാളുടെ ഒരു പ്രോബ്ലം ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്ന പ്രശ്നം എന്താണ് ചോദിച്ചപ്പോ ഞാൻ കേസ് എടുത്തതില് അയാൾ ഒത്തിരി കാര്യം പറയുന്നുണ്ടെങ്കിലും അയാളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു 4 വർഷം മുമ്പ് ഇയാൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് ഇയാളൊരു ബിസിനസ് സ്റ്റാർട്ട്. ഇതിന്റെ ഈ അടുക്കളയിലെ ഈ ഫർണസ് ഇതിനുള്ള സ്റ്റൗവിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നല്ലപോലെ ഫ്ലറിഷ് ചെയ്തപ്പോ വേറെ ഒരാളെ ഇയാള് മുസ്ലിമാണ്. ഇയാള് പള്ളിയിൽ നിസ്കരിച്ചോണ്ടിരുന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ ഇയാളുമായിട്ട് ബന്ധപ്പെടുകയും ഇയാൾക്ക് കരുണ തോന്നിയിട്ട് ആ പയ്യനെ ഇതിനകത്ത് ജോലി കൊടുക്കുകയും ചെയ്യും. ഈ പയ്യനെ ജോലി കൊടുത്ത് ആദ്യമൊക്കെ ഒത്തിരി ട്രസ്റ്റ് വർത്തിയായിട്ട് ഈ പയ്യൻ പെരുമാറി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു വെച്ചാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ പയ്യനെ ഏൽപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഏൽപ്പിച്ച് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 5 lakhs rupees ഇയാളെ പറ്റിച്ചു. അപ്പൊ അതിനുശേഷം ഇയാൾക്ക് പെട്ടെന്ന് ഒരു മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി ഉണ്ടാവുകയും അങ്ങനെ ഇയാൾക്ക് ഇപ്പൊ അയാൾക്ക് ആരെയും വിശ്വാസമില്ല. അതുപോലെ തന്നെ ഇവനെ പോലെ തന്നെയാണ് എല്ലാവരും എന്നൊക്കെയാണ് മനസ്സിലുള്ളത്. അവനോട് വിരോധമുണ്ട്, അടങ്ങാത്ത വിരോധമുണ്ട്. അപ്പൊ ഞാൻ അതിന് ഈ ഫ്ലവർ റെമഡി ഒന്നും കൊടുത്തില്ല. ഞാൻ ഒന്നുകൂടെ പഠിക്കട്ടെ എന്നുകൊണ്ട് ഞാൻ കുറച്ച് കേസ് എടുത്തവിടെ വെച്ചു. എന്നിട്ട് ഇവനെ കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് ഞാൻ തൂജ 1 ഒരു ഡോസ് കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞു 1 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് വിചാരിച്ചു. അവന് നമുക്ക്
ഈ ഫ്ലവർ റെമഡിയില് ഏത് കൊടുക്കാനാ സാറിന്റെ മനസ്സിൽ തോന്നുന്നത്? കാരണം അയാളുടെ ജീവിതത്തിൽ അയാള് വിശ്വസിച്ച ആൾ ചതിക്കുകയും ചെയ്തത്. അപ്പൊ ഒരു ഷോക്കാണ് മനസ്സിൽ കിട്ടിയത്. ആ അപ്പൊ ഇയാൾക്ക് ചെയ്യേണ്ട 4 നേരം സാറോപെത്തലം എന്നുള്ള മരുന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യും. അത് ശരി. സ്റ്റാറോപ്പത്തിലെ സ്റ്റാർട്ട് ചെയ്യും. അതെ, നമ്മളപ്പോ എപ്പോഴും ഒരു കാരണം ഉണ്ടല്ലോ ഇതില്. ഇതൊരു ഷോക്കാണല്ലോ ശരിക്കും പറഞ്ഞത്. ഷോക്ക് തട്ടിയപ്പോൾ ആളുടെ മാനസിക നില ഷിസോഫ്രീനിയയിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ? അതെ അപ്പൊ അതെ ആദ്യം അതെ. ആ സമയം നമ്മള് കമ്പ്യൂട്ടറിലെ എറേസർ ബേസ് നമ്മളെ പ്രോഗ്രാം ഡിലീറ്റ് ചെയ്യുന്ന മാതിരി ഈ ഒരു സംഭവത്തിന് അയാൾക്ക് നോർമലായി ചിന്തിക്കാൻ അല്ലെങ്കിൽ അയാൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ സാറോപത്തിലെ 4 നേരം കൃത്യമായിട്ട് ഒരു 15 ദിവസം ഏറ്റവും ചുരുങ്ങി അല്ലെങ്കിൽ ഒരു മാസം കഴിച്ച് അതിനുശേഷം വരുന്ന പിന്നെ എമോഷൻസ് എന്താണെന്ന് നോക്കിയിട്ട് പ്രിസ്ക്രിപ്ഷൻ ചെയ്താൽ. ശരി ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ സാറേ, ഈ പേഷ്യന്റ് ഡയബറ്റിക്കും കൂടാണ്. ഞാൻ പറഞ്ഞു ഡയബറ്റിസ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ, ഞാൻ അതിന് മരുന്ന് തന്നോളാം എന്നും പറഞ്ഞ് ഞാൻ സ്വല്പം ഈ സെഫാലാറ്റ്ലാൻ ജിംനിമോവും ഒക്കെ ഞാൻ കൊടുത്തു വിട്ടു. പക്ഷെ എന്റെ മനസ്സിൽ ഇല്ല, ഡയബറ്റിസ് ഇല്ല. ഞാൻ പറഞ്ഞു ഡയബറ്റീസ് നിങ്ങളുടെ മനസ്സിന്റെ ഇത് കുറയുമ്പോൾ ഡയബറ്റീസ് താനെ കുറയും. അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യണ്ട എന്നും പറഞ്ഞ് ഞാൻ അയാളെ സമാധാനിപ്പിച്ച് ഈ മെഡിസിൻ ഒരാഴ്ച കഴിയുമ്പോൾ വരാൻ പറഞ്ഞിരിക്കുക അയാളെ. നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാറോപ്പത്തിലും ഇല്ലേ സാറേ? തീർച്ചയായിട്ടും സ്റ്റാറോപ്പത്തിലും സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്റെ റിസൾട്ട് സാറിനെ ഒന്നില്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ശരിയാണ്. ഓക്കെ ഹരിഹരൻ സാറ്. അടുത്തത് ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. താങ്ക് യു സാല ഡോക്ടറെ. നമസ്കാരം ഡോക്ടറെ. പിന്നെ എനിക്ക് സംശയം ചോദിക്കാനുള്ള 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഒബിസിറ്റിയാണ്. പിന്നെ ഭയങ്കര മടി, പഠിക്കാൻ മടി, എന്തെങ്കിലും ജോലി മീൻസ് സ്വന്തം കാര്യം തന്നെ ചെയ്യാൻ എല്ലാത്തിനും മടി. അപ്പൊ അതിൽ ഏത് മെഡിസിനാണ് കൊടുക്കാൻ പറ്റുന്നത്? ഞങ്ങൾക്ക് അവിടെ ക്ലിമാറ്റിസ് ഉള്ള മരുന്ന് ഒരു 4 നേരം വെച്ച് ഒരു 1 മന്ത് കഴിക്കാൻ പറയും. ക്ലിമാറ്റിസ് മാത്രം മതിയോ ഡോക്ടർ? ഇപ്പൊ ആദ്യം അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയുള്ള എമോഷൻസ് എന്താണ് അവർ പറയുന്നത്, ഈ ഒബേസിറ്റിയെ കുറിച്ച് ഭയങ്കര വ്യാകുലത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനെ കുറിച്ച് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അതിനനുസരിച്ച് പ്രിസ്ക്രിപ്ഷൻ ചെയ്താണ്. പിന്നെ പ്ലാസ്റ്റിക് പേരൻസ് പറഞ്ഞത് ഡോക്ടറെ, പിന്നെ പറഞ്ഞാൽ അന്നാലും എല്ലാം സമ്മതിക്കും, പക്ഷെ പ്രവൃത്തിയിലോട്ട് വരത്തില്ല. അത് മുഴുവൻ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നില്ലെന്നാണ് കംപ്ലൈന്റ്. അല്ല, ഈ ഒരു ക്ലിമാറ്റിസ് കൊടുക്കണമെന്ന് കൂടി ഡോക്ടർ ക്ലിമാറ്റിസിനെ കുറിച്ച് ആ ഒരു ഭാഷണോടെ ബുക്ക് കയ്യിലുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ പോസിറ്റീവ് റിസൾട്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, താങ്ക് യു ഡോക്ടർ. ഓക്കെ ലതാ മനോഹരൻ ഡോക്ടറെ. അടുത്ത് സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. സാറേ, ക്വസ്റ്റ്യൻ 3 ഉണ്ട്. ഒന്ന്, ഈ ഫ്ലവർ ചെയ്യണമെങ്കിൽ ഏത് മരുന്നാണ് നല്ലത് ഫ്ലവർ ഉണ്ടാവാൻ? പൂക്കാത്ത ചെടിക്ക്. അപ്പൊ പൂക്കാത്ത ചെടിക്ക് നമ്മൾ ഇത് കൊടുത്തു, ഹോൺ ബീമൻ ഒലീവ് കൊടുത്തു നോക്കൂ. ഹോൺ ബീമൻ ഒലീവ്. പിന്നെ രണ്ടാമത് ക്വസ്റ്റ്യൻ, ഈ സാറ് അന്ന് വെർട്ടിഗോയ്ക്ക് നല്ലത് സാറ് ക്ലിമാറ്റിസ് എന്നാണ് പറഞ്ഞത്. അത് ക്ലിമാറ്റിസ് തന്നെ അല്ലെങ്കിൽ ക്ലിറാന്തസ് ആണോ? തെറ്റിപ്പോയതൊന്നും അല്ലല്ലോ. ക്ലിമാറ്റിസ് തന്നെയാണ്. പെട്ടെന്ന് ഇനി ക്ലിറാന്തസ് അത് കണ്ടപ്പോൾ തോന്നി. അപ്പൊ അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പൊ ഇനി അങ്ങനെ പെട്ടെന്ന് ഇതാണോ എന്നുള്ളത്. പിന്നെ രണ്ടാമത്, എനിക്കൊരു വ്യക്തിയെ പരിചയമുണ്ട്. ഞാൻ ഹോമിയോപ്പതി നോക്കിയിട്ട് എനിക്ക് അത്ര ആ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 1-ാം തരം ഹിപ്പോക്രാറ്റ്സി എന്ന് പറയുന്ന ആളാണ്. അതായത് നമ്മളൊക്കെ ഒരു സ്നേഹിക്കുകയാണെങ്കിൽ തിരിഞ്ഞു എന്നിട്ട് വേറെ പറയും. ശരിക്കും 2 മുഖം പുള്ളിക്കുണ്ട്. നമ്മുടെ അടുത്ത് വന്ന അയാൾ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്, നമ്മൾ സ്നേഹം കാണിച്ചെങ്കിൽ അപ്പുറത്ത് ചെന്നിട്ട് നമ്മളെ കുറിച്ച് ആയിരിക്കും പരാതി പറയുന്നത്. പുള്ളി ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അതിൻ്റെതായ അസുഖമൊക്കെ ഇയാൾക്കിടക്ക് നല്ല പ്രായത്തിൽ ഡയബറ്റീസ് വന്ന് ഇങ്ങനെയൊക്കെ കറക്റ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അയാളുടെ മനസ്സ്. നമ്മുടെ അടുത്ത് വേറെ ഒന്നായിരിക്കും പെരുമാറുന്നത്. അത് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് വന്നിട്ട് അത്രയൊന്നും
ഇതായിട്ടുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. അത്ര ഹിപ്പോക്രസി കാണിക്കുന്നത് അവസ്ഥ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അയാൾ അങ്ങനെ കാണിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഹിപ്പോക്രാറ്റിക് ആണെന്ന് പറയാം. അങ്ങനത്തെ നമുക്കിപ്പോ ഒരു ക്ലിയർ കട്ട് സിംറ്റംസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ വ്യക്തികളാണെങ്കിൽ ക്ലിയർ കട്ട് ഇൻഡിക്കേഷൻ കിട്ടുകയാണെങ്കിൽ ഹോളി ആൻഡ് വൈൽഡ് ഔട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 4 നേരം പിന്നെ കൊടുത്തു നോക്കും. അങ്ങനെ കൊടുത്തു നോക്കണം, അപ്പോൾ ക്ലിയർ ആയിട്ട് വരും അല്ലേ? അതെ അതെ അതെ. നമ്മളെ ഫിലിപ്പം ചാൻസലറുടെ ബുക്കില് ഹോളി എന്നുള്ള മരുന്നിന്റെ താഴെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്നിലധികം മരുന്നുകൾ ഇൻഡിക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഹോളി കുറച്ച് ജലസിയും കൂടിയാണെന്നോ അല്ലേ ഹോളി? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. ജലസി ഒരു കാരണം ഉണ്ടാവുന്നില്ല. ഡോക്ടർ മരുന്ന് അല്ലാതെ ഡോക്ടർ മരുന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഇയാള് പുറത്തു പോയി പറയുന്നത് അയാളുടെ അടുത്ത് മാനസിക പോകുന്ന പറയും ചെയ്യും. കാരണം ഈ ഹോളി എന്നുള്ള മരുന്നിൽ പറയുന്നത് ഇഫ് എവർ കേസ് സജസ്റ്റ് ദാറ്റ് ഇറ്റ് നീഡ്സ് മെനി റെമഡീസ് ഓർ ഇഫ് എവർ എ കേസ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു ട്രീറ്റ്മെന്റ് ഗീവ് ഐദർ ഹോളി ഓർ വൈൽഡ് ഔട്ട് ആൻഡ് ഇറ്റ് വിൽ ദെൻ ബി ഒബ്വിയസ് വിച്ച് അതർ റെമഡി മേ ബി റിക്വയർഡ്. അപ്പൊ നമുക്ക് തന്നെ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടുന്ന പറയണം ആരോഗ്യം സംബന്ധിച്ച്. ഈ 2 മരുന്ന് രോഗിയെ കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് കറക്റ്റായിട്ട് മരുന്ന് പ്രിസ്ക്രിപ്ഷൻ ചെയ്യാനുള്ള ഒരു ബേസ് നമുക്ക് കിട്ടുന്ന പറയാം. ഓക്കെ ഓക്കെ, ചെയ്ത് നോക്കാം. കഴിഞ്ഞോ? ഓക്കെ ഓക്കെ ഓക്കെ. സലീം കുമാർ ഡോക്ടറെ, മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തല്ലോ, കാണുന്നില്ല. മറിയാമ്മ ഡോക്ടർ എത്തിയല്ലോ. മറിയാമ്മ ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടർ, എൻ്റെ ഒരു സംശയം, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ഞാൻ അതിന് ഉറക്കമില്ല, മെയിൻ പ്രോബ്ലം അതാണ്. അപ്പൊ ഞാനിപ്പോ റെസ്ക്യൂ റെമഡി 2-3 ആഴ്ചയായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നേരിയ രീതിയിൽ ഒരു മയക്കം കിട്ടുന്നേ പറയുന്നുള്ളൂ. അപ്പൊ തൃപ്തിയില്ല. ബാക്കിയൊക്കെ മൈൻഡൊക്കെ കുറെ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ ഉറക്കവും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഒന്ന് ശരിയായെന്നാണ് ഇന്ന് പറഞ്ഞത്. അപ്പൊ ഇതിലിപ്പോ എന്താ വെച്ചാല് ഒരു സ്റ്റാർട്ടിങ് റിസൾട്ട് കിട്ടിയ സ്ഥിതിക്ക് റെസ്ക്യൂ റെമഡി കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി. അതിന്റെ കൂടെ പാസിഫ്ലോറയും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഇനി അത് റെമഡി ക്യാൻ ബി ഗിവൺ, അത് പ്രശ്നമൊന്നുമില്ല. പാസിഫ്ലോറ ഒരു നേരം 7 മണിക്കാണ് കൊടുക്കുന്നത്. റെസ്ക്യൂ റെമഡി രാവിലെയും വൈകിട്ടും 4 തുള്ളി ആണ് ഗ്ലാസ് വെള്ളത്തിൽ കൊടുക്കുന്നത്. അല്ലല്ല, റെസ്ക്യൂ റെമഡി അത് പോരാ, 4 നേരം കൊടുക്കണം. 4 നേരം 4 നേരം കൊടുക്കണം. എന്നാൽ തന്നെ എന്നിട്ട് ക്രമേണ റിസൾട്ട് വരുന്ന സമയത്ത് മാത്രം നമുക്ക് ഡോസ് കുറയ്ക്കാൻ പാടും. 4 നേരം എത്ര ഡ്രോപ്പ്? അത് 4 ഡ്രോപ്പ് ഒക്കെ മതി, ധാരാളം. മറിയാമ്മ ഡോക്ടറെ, ഇതിന്റെ ഒപ്പം തന്നെ ഇതിനോടുകൂടി തന്നെ വൈറ്റ് ചെസ്റ്റിനോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടെന്ന് ഇതിലൊരു മറ്റേ ഇംഗ്ലീഷ് പ്രോഗ്രാമിൽ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാൻ വൈറ്റ് ചെസ്റ്റിട്ട് വേറൊരാൾക്ക് ട്രൈ ചെയ്തു. പക്ഷെ അതിന് അവർക്ക് പാസ്റ്റിലെ തോട്ട് കൊണ്ട് ഉറക്കം വരാത്തതാണ്. അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. പാസ്റ്റിലെ തോട്ടാണെങ്കിൽ ഹണി സൈക്കിളാ വരിക. ഹണി സൈക്കിൾ വൈറ്റ് ചെസ്റ്റിന് അങ്ങനെ പറയുന്നുണ്ടല്ലോ. അത് പെർസിസ്റ്റന്റ് അൺവാണ്ടഡ് തോട്ട്സ് ഇങ്ങനെ തോട്ട്. അത് പക്ഷെ ഞാൻ കൊടുത്ത ആൾക്കത് സക്സസ് ആയില്ല. പിന്നെ റെസ്ക്യൂ റെമഡി ഗുണം കിട്ടിയത് വൈറ്റ് ചെസ്റ്റ് കൂടെ 2 കൂടെ കൊടുത്തേ. അങ്ങനെ പറഞ്ഞു, അതുകൂടി ചേർത്ത് കൊടുക്കാനാ പറഞ്ഞു. റെസ്ക്യൂവും കൊടുത്ത് വൈറ്റ് ചെസ്റ്റിട്ടും കൊടുത്തു. പകല് റെസ്ക്യൂവും രാത്രി വൈറ്റ് ചെസ്റ്റ്. അങ്ങനെയല്ല പറഞ്ഞ അദ്ദേഹം. റെസ്ക്യൂ റെമഡി തന്നെ 5 മരുന്നുണ്ട്, അതിന്റെ കൂടെ വൈറ്റ് ചെസ്റ്റിനും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഓ, അങ്ങനെ കൊടുക്കാവോ? അതെനിക്കൊരു സംശയമായിരുന്നു. റെസ്ക്യൂവിന്റെ കൂടെ വേറെ മരുന്നും ചേർക്കാവോ? അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു. അതൊരു സംശയമായിരുന്നു. അങ്ങനെ കോമ്പിനേഷൻ തന്നെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ പേഷ്യന്റിന് റെസ്ക്യൂ റെമഡി കണ്ടിന്യൂ ചെയ്യാം അല്ലേ? വേറെ ഒരു ഡോക്ടർക്ക് ഇച്ചിരി പ്രായമായി, 65 വയസ്സോളമായി, അലോപ്പതി ഡോക്ടറാണ്. ഈയിടെയായിട്ട് ഒട്ടും ഉറക്കവുമില്ല, ഭയങ്കര ഇത്, രോഗികളെ എങ്ങനെ നോക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. 3 മണിയാകുമ്പോൾ എഴുന്നേക്കും, വെപ്രാളം തുടങ്ങും. ഒരു 7 മണിയാകുമ്പോൾ ആ വെപ്രാളത്തിൽ നിന്ന് പോകും. അതിനാണ് വൈറ്റ് ചെസ്റ്റിട്ടും റെസ്ക്യൂ റെമഡി കൂടെ കൊടുത്തത്. പക്ഷെ റെസ്ക്യൂ റെമഡി കൊടുത്തപ്പോൾ ആൾ ഒത്തിരി കാമായിട്ടുണ്ട്. പക്ഷെ ഈ രോഗികളെ എങ്ങനെ നോക്കും എന്നുള്ള ആ ടെൻഷനും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാനൊരു മെഡിസിൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, കൊടുത്തിരിക്കുക. ഇപ്പൊ അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്
മറ്റേ എല്ലയാസിസ് ലാർഫയും മിമുലസും കൊടുക്കണം. ഓ അതാ ലാർച്ച് ഞാൻ കൊടുത്തിരിക്കുക. ഞാൻ മറന്നുപോയായിരുന്നു. ലാർച്ചും റെസ്ക്യൂവും കൂടെ കൊടുത്തിരിക്കുക. അതിനിവിടെ മിമുലസും കൂടെ കൊടുക്കും. എങ്ങനെ നോക്കുന്നുള്ള ഒരു ഭയം എനിക്കുണ്ടല്ലോ, എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും രോഗികളെ നോക്കുന്നുള്ള ഒരു നോൺ ക്രോസ് കാണുന്നതുകൊണ്ട് മിമുലസ് ട്രൈ ചെയ്യാം. സാർ പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്, പിന്നെ ലാർച്ചും മിമുലസും ഈക്വൽ പ്രൊപ്പോർഷനിൽ ഒരു ബോട്ടിലാക്കിയിട്ടാ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കാവോ? കൊടുക്കാം. എന്താ വെച്ചാല് നമ്മളിപ്പോ റിസൾട്ട് ഓറിയന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളോ കുറച്ച് ആഴ്ചകൾക്ക് ശേഷമായിരിക്കും നല്ല റിസൾട്ട് വരുന്നത്. കാരണം ഒരു എമോഷൻസിനെ അല്ലെങ്കിൽ മൈൻഡിനെ കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എളുപ്പമുള്ള പരിപാടി അതല്ല. വെയിറ്റ് എന്നാണ് പറയുന്നത് ഡോക്ടേഴ്സ് ഒക്കെ. ആ പേഷ്യന്റിന് തന്നെ 3 മണിക്ക് എഴുന്നേൽക്കുന്നതുകൊണ്ട് നക്സോമിക്ക 200 കൂടെ കൊടുത്തു. അതുകൊണ്ട് ആ 3 മണിയുടെ വെപ്രാളം എഴുന്നേൽപ്പ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇതിന് കൊടുത്തതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ടില്ല. ആൾക്ക് വേണമെങ്കിൽ 3 മണിക്ക് അഥവാ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിടക്കാൻ നേരത്തെ ഇൻപേഷ്യനും കൂടെ കഴിച്ചിട്ട് കിടക്കാൻ പറ്റും. ഇൻപേഷ്യന്റ് അല്ലേ? രോഗി അറിയാതെ കൊടുക്കുന്ന അലോപ്പതി ഡോക്ടർ. ആയിക്കോട്ടെ. ഇൻപേഷ്യന്റും കൂടെ കഴിക്കുന്ന ഭക്ഷണത്തിലോ വെള്ളത്തിലോ നീ ചേർത്ത് കഴിക്കട്ടെ. താങ്ക് യു ഡോക്ടർ. ഓക്കെ മറിയമ്മ ഡോക്ടറെ. ഹരിഹരൻ സാർ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തതാണോ? അതെ, ഞാൻ ഈ പാസ്റ്റ് തിങ്സിനെ കുറിച്ച് വ്യാകുലതപ്പെട്ട് ഉറക്കം വരാതിരിക്കുന്നതിന് ഉള്ള മെഡിസിൻ, ഹോമിയോപ്പതിക് മെഡിസിൻ കാൽക്കേരിയ കാർപ്പാണ് പറയാൻ വേണ്ടി. ഹരിയൻ ഡോക്ടർ നേരത്തെ പറഞ്ഞതിന് ഏതോ ഒരു മെഡിസിൻ വെറ്റിനറിക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിസിക്കലി വളരെ ഇതാണ്, മെന്റലി ആള് വളരെ ഇതാണ്. ഏത് മരുന്നാന്ന് എനിക്ക് ഓർമ്മ, ലൈക്കോപോഡിയോ അല്ലേ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. വേർഡ്സിന് ഇങ്ങനെ ഫിസിക്കലി ആള് വളരെ ഇതാണ്, പക്ഷെ മെന്റലി തീരെ വീക്കാണെന്നാ എന്നിട്ട് നോക്കാം. അതെ, ഞാനേ കുറെ തിരക്കായതുകൊണ്ടല്ലേ ഞാനത് കണ്ടുപിടിച്ചേനെ. പക്ഷേ ഞാൻ കുറെ തിരക്കായതുകൊണ്ടാണ് ഞാൻ തുഞ്ച കൊടുത്ത് വിട്ടത്. പിന്നെ സാറേ വേറെ ആരും ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? സാറേ, അല്ല വേറെ ആൾ ചോദിക്കട്ടെ, ഞാൻ ധൃതി വെക്കണ്ട. വേറെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട് ഞാൻ പിന്നെ സമയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ലതാ മനോഹരൻ ഡോക്ടർക്ക് ചെറിയ ക്വസ്റ്റ്യൻ ആണോ? ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തില്ലേ ഡോക്ടറെ? അൺമ്യൂട്ട് ചെയ്തേ. സാറേ 40 വയസ്സുള്ള മെയിൽ പേഷ്യന്റ് ആണ്. മുഖം പെട്ടെന്ന് വന്ന് കറുത്ത്, കുറച്ച് SGOT SGPT ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. നക്സോമിക്ക കൊടുത്തു, പിന്നെ ക്രാബ് ആപ്പിളും കൊടുത്തു. മുഖം മുഴുവൻ പെട്ടെന്ന് അങ്ങ് കറുത്തുപോയി. അപ്പൊ അത് കൊടുത്തിട്ടും അത് കളർ ശരിയാകുന്നില്ല, മുഖത്തെ ഇത് ശരിയാകുന്നില്ല. ക്രാബ് ആപ്പിൾ എത്ര ദിവസം കഴിച്ചു? ക്രാബ് ആപ്പിൾ ഇതിപ്പോ ഈ കേസ് 2 മാസമായിട്ട് മരുന്ന് കൊടുത്തോണ്ടിരിക്കുക. ക്രാബ് ആപ്പിൾ എക്സ്റ്റേണൽ കൂടെ ചെയ്ത് നോക്കും. ക്രാബ് ആപ്പിൾ പാലില് ഡ്രോപ്പ് ചെയ്തിട്ടൊന്ന് എക്സ്റ്റേണൽ ചെയ്യാൻ മതി. വേറെ മെഡിസിൻ ഏതെങ്കിലും വേണോ സാർ? വേറെ എന്തെങ്കിലും കൂടെ വേണോ? ക്രാബ് ആപ്പിൾ മാത്രം മതിയോ? ക്രാബ് ആപ്പിൾ കൂടെ വേണമെങ്കിൽ ഹോളി ആൻഡ് വൈൽഡ് ഡോട്ട് കൂടി. ഹോളി ആൻഡ് വൈൽഡ് ഡോട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഹോളി ഓർ വൈൽഡ് ഡോട്ട് രണ്ടും കൂടെ കൊടുക്കാം. ഓക്കെ, താങ്ക് യു സാറേ. ലതാ മനോഹരൻ ഡോക്ടറെ. ഹരിഹരൻ സാറേ ചോദിച്ചോളൂ. സാറേ, ഇപ്പം ഈ ഡോക്ടറെ ഞാനേ നമുക്ക് മൈൻഡിനെ ബേസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ പ്രയോജനം കിട്ടുന്നത്. ഇപ്പൊ പത്തോളജി ഉണ്ടായിരിക്കാം, പക്ഷെ അതിനെ മൈൻഡിനെ ബേസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ചേഞ്ചസ്. അല്ലായിട്ട് ഞാനിപ്പം ഈ ബവൽ നോസോട് ഐ മീൻ ഫ്ലവർ റെമഡി കൊടുക്കുമ്പോൾ കാണുന്നത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഈ മുഖത്തിന് കറുപ്പ് വരുന്നതിന് അത് ആണാണോ പെണ്ണാണോ ഡോക്ടറെ? ആണാണ് ഡോക്ടറെ. ആണാണ്. അപ്പൊ അത് എനിക്കൊന്ന് ഞാൻ വിചാരിച്ചു സ്ത്രീ ആണെങ്കിൽ അതിന് സെപ്റ്റിയായും അതിന്റെ കൂട്ടത്തിൽ കൊടുത്താൽ നല്ല പ്രയോജനകരമാണെന്നാണ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്റെ സംശയം സാറിന്റെ ഒക്കെ ഉള്ളതെന്ന് വെച്ചാല് സാറേ, ഈ സോറിയാസിസിന് ആക്ച്വലി
സോറിയാസിസ് ഒരു മെന്റൽ ഡിറേഞ്ച്മെന്റിന്റെ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ആണ് സോറിയാസിസ്. നമുക്ക് ഈ സോറിയാസിന്റെ ഒരു പേഷ്യന്റ് ഒക്കെ ഞാൻ എത്ര പരിശ്രമിച്ച് നോക്കിയിട്ടും ഒരു കാരണമുള്ളതായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ഐസ് ഫാക്ടറിയിലെ ജോലിയുള്ള ഒരാളാണ്. ഈ അടുത്ത ദിവസം ഞാൻ വന്നേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എന്നിട്ട് ക്രാബ് ആപ്പിൾ മാത്രം കൊടുത്തു വിട്ടു. പക്ഷെ ഹോമിയോപ്പതിക് മെഡിസിൻ ഒന്നും ഞാൻ കൊടുത്തില്ല. കാര്യം എന്താ വെച്ചാൽ എനിക്ക് അത് അതിന്റെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടില്ല. സാധാരണ സോറിയാസിസ് ഞാൻ ചികിത്സിക്കുന്നതാണ്, നല്ല റിസൾട്ടും എനിക്ക് കിട്ടുന്നതാണ്. എനിക്കത് പിക്കപ്പ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ വരികയാണെങ്കിൽ, റീസൺ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു വരികയാണെങ്കിൽ നമുക്ക് ഏത് മരുന്ന് കൊടുക്കാം ഈ ഫ്ലവർ റെമഡിക്ക്? നമുക്ക് ക്ലിയർ കട്ട് ഇൻഡിക്കേഷൻ സിംറ്റംസ് കിട്ടണമെങ്കിൽ ഹോളിയും വൈൽഡ് ഡോട്ടും കൂടി മിക്സ് ചെയ്ത് 3 നേരം വെച്ച് കഴിക്കട്ടെ. അത് ശരി. പ്രത്യേകിച്ച് ഒരു ഇൻഡിക്കേഷൻ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഒരു ക്ലിയർ കട്ട് നമുക്ക് ഐഡിയ ഇല്ലെങ്കിൽ അതൊന്ന് ക്ലിയറൻസ് കിട്ടാനായിട്ട് ഇത് കൊടുത്താൽ അറിയാൻ പറ്റും. വൈൽഡ് ഡോട്ട് ഹോളിയും വൈൽഡ് ഡോട്ട്. ശരി. അതെ അതെ. ഓക്കെ. ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സലീം കുമാർ ഡോക്ടർ വീണ്ടും. അപ്പൊ ഇനി കൂടുതൽ ബാഷ് ഫ്ലവർ റെമഡീസ് യൂസ് ചെയ്യുന്നത് ഹരിഹരൻ സലീം ഡോക്ടറും ഒക്കെയാണ്. അതുകൊണ്ട് ഇവരൊക്കെ സംശയം കൂടും. മെൻസസ് വന്നിട്ട് നിൽക്കാതെ ഇരിക്കുന്ന കേസ്, 1 മാസമൊക്കെ ആയാലും ഫ്ലോ നിൽക്കാത്ത കേസുണ്ട്. അതിലൊക്കെ നമുക്ക് എങ്ങനെയാ അത് മാനേജ് ചെയ്യും? ഫ്ലവർ റെമഡിയെ കുറിച്ച് ഫ്ലവർ റെമഡിയിൽ നമുക്ക് ക്ലീൻസിങ് ഇതെല്ലാം നടക്കുന്നത്. ക്രാബ് ആപ്പിൾ തന്നെ ട്രൈ ചെയ്തു നോക്കാം. പിന്നെ അവരുടെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അവരുടെ മനസ്സിലെ ഒരു ഭയമുണ്ടെങ്കിൽ ബിംലസ് നോക്കാം. അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം അനുഭവിക്കുന്ന ഒലീവ്, ഹോൺ ബീം അങ്ങനെ ട്രൈ ചെയ്യാം. അപ്പൊ അവരുടെ എമോഷൻസിനെ കണക്ട് ചെയ്തിട്ട് കൊടുത്തു നോക്കും. ഇതൊരു ഫിസിക്കൽ കണ്ടീഷനാണ്. ഫിസിക്കൽ കണ്ടീഷനിൽ അവരുടെ എമോഷൻസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇമോഷൻസ് ഒന്നും പറഞ്ഞില്ല സലീം കുമാർ ഡോക്ടർ. അല്ല ഇമോഷൻ ഇവർക്ക് സ്ഥിരം കാര്യമുണ്ട്. അവര് ഇതിങ്ങനെ ആശുപത്രി പോയിട്ട് ഇനിയിപ്പോ ഇതിനെ കുറിച്ച് ഭയങ്കര വ്യാകുലത, അവർക്ക് ഭയങ്കരമായിട്ട് ഒരു മനസ്സിന് വിഷമം ഉണ്ടാന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഡിസ്കഷൻ ചെയ്യണം. ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നതാണോ, അല്ലെങ്കിൽ ഭയങ്കര ഒരു മൂഡിയാണോ, അല്ലെങ്കിൽ ഭയങ്കര അതിനെക്കുറിച്ച് വെറീഡാണോ, ഇതൊരു ശീലമായ കഥാപാത്രമുള്ള പ്രശ്നം. ഇതൊരു ശീലമാണ് അവർക്ക്. അല്ല അതല്ല ഡോക്ടർ, എന്തായാലും അങ്ങനെ സംഭവിക്കണമെങ്കിൽ ചിലപ്പോ അതിനെന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ അതിൽ എൻഡോമെട്രിയോസിസ് ഉണ്ടോ അവർക്ക്? എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് വരും ഡോക്ടർ. അതിന് ഓറം യൂറിയാറ്റിക് നാട്രം 3x കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഇവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മെഡോറിന 10 ഒരു ഡോസ് കൊടുക്കുക. അതർവൈസ് തൂജ 10 ഒരു ഡോസ് കൊടുക്കുക. പിന്നെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ട്രില്ലിയം ഹമാമലിസും അതൊക്കെ അതൊരു സപ്പോർട്ടിംഗ് റെമഡി എന്നുള്ളതേ ഉള്ളൂ. ഈ എൻഡോമെട്രിയോസിന് ഏറ്റവും നല്ല ഓറം യൂറിയാറ്റിക് നാട്രമാണ്. അതാണ് അതിന്റെ കറക്റ്റ് മെഡിസിൻ. അത് എന്റെ അനുഭവമാണ്. പിന്നെ തൂജ 10 ഒരു ഡോസ് കൊടുക്കാം. പറഞ്ഞില്ല തൂജ 10 ഒരു ഡോസ് കൊടുക്കാം. കാര്യം അത് സൈക്കോട്ടിക് അല്ലേ. പൊട്ടൻസി 3x കിട്ടിയില്ലെങ്കിൽ 6x കൊടുക്കാം. സാധാരണ ചിലയിടത്തൊക്കെ 3x കാണത്തില്ല, 6x കാണത്തുള്ളൂ. ഞാൻ എന്റെ ഒരു പേഷ്യന്റിനെ ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് എൻഡോമെട്രിയോസിസിനെ ഇതുകൊണ്ട് തന്നെയാണ് ക്യൂർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പ്രോബ്ലം ഒന്നുമില്ല. ബട്ട് ഷീ ഈസ് ഹാവിങ് 43 years old. 43 വയസ്സുണ്ട്. ഒരു കുട്ടിയെ ഉണ്ടായിട്ടുള്ളൂ. അത് ബ്ലീഡിങ് നിൽക്കുന്നില്ല. അതാണ് എന്റെയൊക്കെ കംപ്ലൈന്റ് വന്നത്. ഞാനത് GS സ്കാൻ ചെയ്യിച്ചു. അപ്പൊ എൻഡോമെട്രിയോസിസ് ആണെന്ന് അവര് അതിനകത്ത് ഇത് ചെയ്തു. അതനുസരിച്ചാണ് ഞാൻ ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് എന്റെ നോട്ടത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പിയ ആയിരുന്നു. അതുകൊണ്ട് എനിക്കൊന്ന് ഗോപികൃഷ്ണൻ സാർ എന്തോ പറയുന്നുണ്ടോ സാറ്? ഇവരുടെ എമോഷണൽ സ്റ്റേറ്റിനെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് അതിന്റെ ഫ്ലവർ റെമഡി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫിസിക്കൽ കണ്ടീഷൻ കുറയും.
അതാണ് ഞാൻ ഹരിഹരൻ സാർ അല്ല സലീം കുമാർ ഡോക്ടറോട് പറഞ്ഞത്. ഒന്നുകിൽ ഈ ബ്ലീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും മെന്റൽ എയിൽമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും കാണും, അതല്ലെങ്കിൽ ഇപ്പൊ ബ്ലീഡിങ് വന്നതിന് ശേഷം ഉള്ള നിരാശയോ വിഷമോ അങ്ങനെ നോക്കണം. ഇതിലേതെങ്കിലും കാണാതിരിക്കും. ശരിയാ. പക്ഷെ ചില കേസിൽ ചില ആൾക്കാരിൽ നിന്ന് മെന്റൽ സിംറ്റംസ് എടുക്കാൻ പറ്റില്ല. അവരെപ്പോഴും ഒരു അല്ല, മെന്റൽ സിംറ്റംസ് എടുക്കണ്ട. ഇപ്പൊ നമ്മൾ പറയാം ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി, ഞാൻ ഇതായിട്ട് പൊരുത്തപ്പെട്ടു പോയി എന്ന് പറയുന്ന ഒരു എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരു റെമഡി ഉണ്ട് നമുക്ക്. ഇതെനിക്ക് യൂസ്ഡ് ആയി, കാരണം ഇപ്പൊ മാസങ്ങളായിട്ടും വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ അതിന് അഡ്ജസ്റ്റ്മെന്റായി ജീവിച്ചു പോകണമെന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് തന്നെ പറ്റിയ ഒരു മരുന്ന് ഫ്ലവർ റെമഡീസിൽ ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ സാർ. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ചിലര് പറയും ഇതുകൊണ്ട് ഞാൻ മടുത്ത് മരിച്ചാ മതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ എളുപ്പമാണ്. എന്നെ അങ്ങോട്ട് കൊല്ല് പറയും. ചിലപ്പോ അതുകൊണ്ട് മടുത്തിരിക്കുന്നവര് കാണും. അപ്പൊ അതിനനുസരിച്ച് മെഡിസിൻ കാണും. ഇവരെത്ര പ്രസവിച്ചു ഡോക്ടറെ? 2 ഇപ്പൊ ഏതാണ്ട് 40 ഉണ്ട്, 38 40 ഉണ്ട് പ്രായം. ഇവിടെ ഭർത്താവ് അടുത്തുണ്ടോ? ഉണ്ട്, മക്കളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഭർത്താവുമായിട്ട് ഒരു എല്ലാം പോസിറ്റീവായിട്ട് പ്ലസന്റും ആണ് ഓൾവേസ്. അങ്ങനെയൊക്കെയാണ്. അതാണ് ഇവര് ജോലിയുള്ള സ്ത്രീയാണോ? ജോലിയുണ്ട്. അവിടെ വല്ല പ്രശ്നങ്ങളുണ്ടോ? ജോലി സ്ഥലത്തുനിന്ന് ഇവര് ഭയങ്കര ഡ്യൂട്ടി ബൗണ്ടാണ്. വേറെ അങ്ങനെ പൊതുവെ ഇവരെ ഇങ്ങനെ ഒരു വളരെ ഇങ്ങനത്തെ ഒരു വിഷയം. അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ അടുത്തറിയാന്നുള്ള കുഴപ്പം കൂടി ഉണ്ട്. നമ്മള് അങ്ങനെയുള്ള വിഷയം കൂടി. എന്തായാലും ഇമോഷണൽ കോൺഫ്ലിക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അതെ. ഓ, നമ്മുടെ സമയം ഏകദേശം ഒരുപാട് മുമ്പോട്ട് പോയിരിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും 28 ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, ഒരു കാര്യം ഞാൻ പറയാം. ഇത് ഇവിടെ ഫോറത്ത് ചർച്ച ചെയ്താണ്. ഡോക്ടർ സലീം കുമാർ ചോദിച്ചില്ലേ പൂക്കാത്തതിന് എന്താ മരുന്നെന്ന്. അതായത് കഴിഞ്ഞ ദിവസം അഗ്രോ ഹോമിയോപ്പതിയില് നോർത്ത് ഇന്ത്യൻ ഒരാൾ വന്ന് ക്ലാസ് എടുത്താൽ, അതായത് കേട്ടിട്ടുണ്ടല്ലോ. അതിനകത്ത് ഞാൻ ചോദിച്ചായിരുന്നു, എൻ്റെ ഒരു 2 കൊച്ചു മാവുണ്ട്, പൂക്കുന്നില്ല വർഷങ്ങളോളമായി. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അങ്ങേരുടെ ഒക്കെ ചോദിച്ചപ്പോ അങ്ങേര് എൻ്റെ ഒക്കെ പറഞ്ഞ ഉത്തരം ഫോസ്ഫറസ് 6C വാങ്ങിച്ച് 4 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിന്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ 6C വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ മൂട്ടിൽ ഒഴിക്കണം. അതുകൊണ്ട് ഡോക്ടർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. താങ്ക് യു. സാറിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഗോപീഷ്ണൻ സാറിന്? ഇല്ല, ഞാൻ പറയുന്നത് നിങ്ങളെ ഡീപ് സ്റ്റഡി, നമ്മളെ ഫ്ലവർ റെമഡീസ് കൊണ്ട് നമുക്ക് ഇനി വരുന്ന കാലത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോണത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലോണം സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്തോളജിക്കലോ ഫിസിക്കൽ സിംറ്റംസിനെ കാട്ടിലും നമുക്ക് എമോഷൻസിനെ നമ്മൾ ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ ചെയ്യാൻ സാധിക്കും. 38 റെമഡി നമ്മളെ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ചെയ്യാൻ സാധിക്കും. 7 മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഡീപ് സ്റ്റഡി ചെയ്താൽ മതി. ഈ 7 ഏതെങ്കിലും 1, 2, 3 ഗ്രൂപ്പിൽ ഈ പേഷ്യൻസ് എന്തായാലും നമുക്ക് കിട്ടും. അതിനനുസരിച്ച് പ്രിസ്ക്രിപ്ഷൻ ചെയ്ത് പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ശരിക്കും നമുക്കിപ്പോൾ കേൾക്കാനും ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവാന്മാരാണ് നമ്മൾ ഹോമിയോ ഡോക്ടർമാരെല്ലാം. കാരണം ഈ ഭാഷ നമ്മുടെ കേൾക്കാനും പഠിക്കാനും അത് പ്രയോജനപ്പെടുത്താനും ഒരു സാഹചര്യം കിട്ടിയതിൽ ഭാഗ്യവാന്മാരെന്ന് മാത്രമേ പറയാൻ. തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഓക്കെ ഗോപീഷ്ണൻ സാറ്, നമുക്ക് ഇന്നത്തെ ഒരു നല്ല ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്, ഇൻട്രസ്റ്റീവായിട്ട് ഉള്ള ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ഹരിഹരൻ സാറിനെ എനിക്ക് സാറിന് നന്ദി പറയുന്നതിന് വളരെയധികം സന്തോഷം. കാര്യം വെച്ചാല് ഈ ബാക്ക് ഫ്ലവർ റെമഡി വാസ്തവത്തില് ഞാന് പണ്ട് കാലത്ത് വാങ്ങിച്ച് എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് അതുപോലെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എടുത്ത് ദൂരെ കളഞ്ഞു. കാര്യം എന്താ വെച്ചാൽ അതിന്റെ ആ എഫിക്കസിയെ കുറിച്ചോ അതിനെപ്പറ്റി ഒന്നും നമുക്കൊന്നും അറിയാനും ഇല്ല. ഞാൻ പുസ്തകം വായിച്ചിട്ടൊക്കെ കൊടുക്കാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. പക്ഷേ ഇപ്പൊ സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ആ ഫ്ലവർ റെമഡി എല്ലാം വാങ്ങിക്കുകയും അത് ഞാൻ വാങ്ങിക്കുക മാത്രമല്ല ചെയ്യുന്ന, ഞാൻ ഏത് കാര്യവും പരീക്ഷിച്ചും കൂടെ കൊടുത്തു നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരു സ്കീസോഫ്രീനിയ കേസ് ഞാൻ
വെറും വൈറ്റ് ചെസ്റ്റ്നട്ട് കൊണ്ട് ഞാൻ മാറ്റി. ഇപ്പൊ ആ പേഷ്യന്റ് സുഖമായിട്ട് ഉറങ്ങുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു. ഇപ്പൊ മെഡിസിൻ നിർത്തി. 3 വർഷം ഞാൻ മരുന്ന് ഇല്ല 3 വർഷം കൊടുത്തില്ല, എൻ്റെ 2 വർഷത്തോളം. പക്ഷെ ഇപ്പൊ നൗ ഷീ ഈസ് വെരി ഹാപ്പി. അപ്പം എനിക്ക് എൻ്റെ ഒരു ബന്ധുവും കൂടാ. അപ്പൊ എനിക്ക് സാറിന് നന്ദി പറയുന്നതിനോട് ഈ എല്ലാവരും പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന സാറിനെ കേട്ടവർക്ക് എല്ലാവർക്കും വേണ്ടിയും IFPH സാറിന് കാരണം IFPH കാരണമാണല്ലോ സാർ ഇതിനകത്ത് വരാൻ കാര്യം. അപ്പൊ ആ IFPHയിലെ ഓഫീസ് മെമ്പേഴ്സിന്റെ പേരിലും ഞാൻ സാറിന് ഹാർദവമായിട്ട് നന്ദി പറയുന്നു. സാർ ഇനിയും വരണം, ഞങ്ങളെ ഇത് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി സാർ. ഓക്കെ. ഹരിഹരൻ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ സമയം, ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എന്തായാലും നല്ല ഒരു ക്ലാസ് എടുത്ത ഗോപികൃഷ്ണൻ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്ന് സൂമിലെത്തിയിരുന്ന എല്ലാവർക്കും ഗോപികൃഷ്ണൻ സാറിന് ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു.